ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഇന്ന് കുറച്ച് പർച്ചേസിന് ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പം നമ്മളെ മഞ്ചേരി ബഡ്ജറ്റിക്കാണ് ഇറങ്ങിയേക്കണത് കേട്ടോ. എന്താ ഇപ്പം ഇത്ര സാധനങ്ങൾ എടുക്കാനായിരിക്കൂലേ? നാളെ ഇത്താത്തയും കുട്ടികളൊക്കെ വരികയാണ്. അപ്പം കുറച്ച് സാധനമാണ് വാങ്ങാമെന്ന് കരുതി. ഉള്ളിയും തക്കാളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇത്തിരി പഞ്ചാരിയും ഓയിലും വെളിച്ചെണ്ണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് വാങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഓല് ഇനി 2-3 ദിവസം ഉണ്ടാവും. ഇന്നലെ വരാമെന്ന് പറഞ്ഞാൽ മക്കളെ നേരം പോൾക്കോളം കാത്തു തുറന്നു. അപ്പോൾ ഓൽക്ക് ഒഴിവില്ല, വേറെന്തോ പരിപാടി ഉണ്ട് പറഞ്ഞപ്പോഴേ. അപ്പം ഇന്നിങ്ങോട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. ഇന്ന് രാത്രിക്കത്തെ ട്രെയിനിനോള് കയറുമെന്ന് പറഞ്ഞ്. നമ്മളെ ഏട്ടത്തി അഞ്ചത്തിയാളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷാലേ നമുക്ക്. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഓൾക്ക് ഇൻ്റെ അടുത്തേക്ക് വരാനേ ഉള്ളൂ കേട്ടോ. അപ്പം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് മക്കൾക്കൊക്കെ. ഞാൻ എന്തെങ്കിലുമൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തീനല്ലേ. അപ്പോൾ ആദ്യം തന്നെ മിൽക്ക് മെയ്ഡ് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി പായസമൊക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ എന്താട്ടി മിൽക്ക് മെയ്ഡിൻ്റെ ഒരു കുപ്പി വാങ്ങി കേട്ടോ. അപ്പം ഇനി പാലടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഓലും തന്നെ കുട്ടികൾ വന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മാമ എന്തേലും ഉണ്ടാക്കി തരി, മാമ എന്തേലും ഉണ്ടാക്കി തരി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെന്താ ഇത് പാലാട്ടോ ഇമ്മാക്ക് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ സാധനം എടുക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ അങ്ങനത്തെ 1-2 കുപ്പി വാങ്ങും കേട്ടോ. മക്കൾക്ക് അങ്ങനെ വല്ലാതെ കൊടുക്കൂല, ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇമ്മാക്കാണ് ഞാൻ കൂടുതൽ കൊടുക്കൽ കേട്ടോ. ജ്യൂസ് അടിച്ചു കൊടുക്കാനും ഒക്കെ ആ പാലുണ്ടല്ലോ ഇച്ചിരി കട്ടി കൂടുതലാ തോന്നുന്നു. അപ്പം നമ്മൾ ആപ്പിളൊക്കെ അടിച്ചുമ്പോൾ ഒത്തിരി പാർന്നാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. പിന്നെ 2 എണ്ണക്കുപ്പി ഒക്കെ എടുത്തു കേട്ടോ. ലേഹത്തേക്ക് നമുക്ക് എണ്ണയാണ് ഉപയോഗിക്കൽ, എണ്ണയും മിൽമ നെയ്യാണ് ഇപ്പോൾ ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ കുറച്ച് സാധനമാണ് പർച്ചേസ് ചെയ്യാൻ ഇറങ്ങിയതാണ് രാവിലെ തന്നെ. ഇത്തിരി ചോറ് രാവിലെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ബാക്കി ഞാൻ ഷെയ്മോളെ ഏൽപ്പിച്ച് കാണ്ട് അങ്ങോട്ട് പൂന്നിക്കാണ് കേട്ടോ. ഒരു ചെറിയ ഡെറ്റോളിൻ്റെ കുപ്പി എടുക്കട്ടെ. എമ്മാൻ്റെ ഒക്കെ തിരുമ്പുമ്പോഴേ ഇത്തിരി ഡെറ്റോൾ ഞാൻ പോരും കേട്ടോ. അപ്പോൾ ഇത്തിരി മൂത്രം കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഡെറ്റോളൊക്കെ ഇട്ടുകാണ്ട് കഴുകണ്ടേ. പിന്നെന്താ മക്കളെ, വള്ളപ്പൊടി എന്താ ഇപ്പം അതിന് പറയുക, ടാങ്ക് അറിയട്ടോ. കാക്കു അറിയേ ബഡ്ജറ്റിക്ക് വന്നാൽ ഓൾ ആദ്യം വണ്ടി പോകും പാൽപ്പൊടി എടുക്കാനും അതേപോലെ വെള്ളം കലക്കണ പൊടി എടുക്കാനും പറഞ്ഞ് ചിരിച്ചു കേട്ടോ. അപ്പോൾ അത് അടയാണ് എടുത്തുക്കണത് ഞാൻ കേട്ടോ. ഒരു തുള്ളി അട അവിടെ ഉണ്ട്, കുടിയിലുണ്ട്, നാൾ കൂടുന്നത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം മക്കൾ ഷെയ്മോള് എന്നും പറയും, മൂത്തമ്മ വരികയാണ് എന്ന് പറയും, അപ്പം ഉണ്ടാക്കുക പറയുന്നല്ലാതെ നിങ്ങൾ ഇതുവരെ ഉണ്ടായി തന്നിട്ടില്ല. ഞാൻ എന്താ കരുതിയിരിക്കണ ഓല് വരുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ ഒരു വെള്ളം കലക്കണ പൊടിയും വാങ്ങിക്കണം കേട്ടോ. വിരുന്നാരിങ്ങനെ വരുന്നോണ്ടേ മനം കാണാൻ ആരേലായിട്ട് വരും. അപ്പോൾ ഇത്തിരി വെള്ളം കലക്കി കൊടുത്ത് സമാധാനമാണ് നമുക്ക് അല്ലേ. അപ്പം ചായ ഉണ്ടാക്കാനൊന്നും ഓല് കൂട്ടക്കൂല. അപ്പം ലേശം വെള്ളം കലക്കിയാൽ എളുപ്പമാണല്ലോ. ടാങ്കും കൊടുന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലേ സ്കൂളില്ലാത്ത പെരയാണ് എന്നറിയാം. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ടാങ്ക് പൊടിയും അതേപോലെ പഞ്ചാരയൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പൂണ വജ്ജ് കാണൂല. അപ്പോൾ കണ്ണൻ ദേവൻ ചായപ്പൊടിക്ക് നല്ല വിലക്കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ രസം വാങ്ങി. പഞ്ചാര നോക്കിയിട്ട് കാര്യമല്ല, 5 കിലോ വാങ്ങി കേട്ടോ. ഇനി കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോഴേ ഓളെ 2-3 മക്കളും എൻ്റെ മക്കളും ഒക്കെ പാടുണ്ടാവുമ്പോഴേ ചായയും വെള്ളം കലക്കലും അപ്പം തേയില. അപ്പം അങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കണം. ലേശം പഞ്ചാര തോനെ അങ്ങോട്ട് വാങ്ങി കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ മിൽമ നെയ്യിന് ഇപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓഫർ ഉണ്ടാവുമ്പോൾ ഞാൻ ബഡ്ജറ്റിൽ നിന്ന് എടുക്കും കേട്ടോ. 375 ഉറുപ്പ്യാണ് മിൽമ നെയ്യിന്, ഇപ്പോൾ 325-നാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മളെ ലേഹത്തേക്ക് ഉപയോഗിക്കാനാണ് കേട്ടോ. ലേഹം എന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഒന്നാമത് 2-4 ദിവസമായിട്ട് ഒഴിവാട്ടോ. നമ്മളെ ബാങ്കും കാര്യങ്ങളൊക്കെ ഒഴിവായി, എല്ലാം ഒഴിവാണ്. ഗവൺമെൻറ് ഒഴിവാ നിങ്ങൾക്ക് അറിയില്ല മക്കളെ. അപ്പോൾ ഓണത്തിൻ്റെ ഒഴിവ്, പിന്നെ എന്തോ ഉണ്ട് കേട്ടോ. വെള്ളിയാഴ്ച വരെ ഒഴിവ് തന്നെയാണ്. കൊറിയർ ഓഫീസും പോസ്റ്റ് ഓഫീസും. അപ്പോൾ സാധനം വിട്ടതൊക്കെ ഏകദേശം ശനി തിങ്കൾ ഈ ദിവസങ്ങളിൽ കിട്ടും. ഇപ്പോൾ 2-4 ദിവസം ഒഴിവല്ലേ ഇനിയോ. ഇനി വിടാല്ലതൊക്കെ ഞാൻ ശനിയാഴ്ച തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് വിടും കേട്ടോ. ഇത്തിരി അരി വാങ്ങട്ടെ കേട്ടോ. അരി പറഞ്ഞാൽ ബിരിയാണീൻ്റെ അരി കേട്ടോ. ഇത്തിരി ബിരിയാണിയും വെക്കാതിരിക്കാണ്ട് എല്ലാവരും ഉണ്ടാവുമ്പോൾ നല്ല രസമാണല്ലേ. നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഏതായാലും ഓടി പോയിക്കാനും ഓടി നിൽക്കാനും ഒന്നും ഒരു അധീനല്ലാത്ത മാതിരിയാണ്. ഏട്ടത്തി ഉണ്ടെങ്കിൽ ഒരു സമാധാനം അങ്ങോട്ട് പോലുണ്ടായി. നമ്മളെ പഴയ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? ഇപ്പോൾ തിരുവനന്തപുരത്തേക്കല്ലേ ഓള് പോയത്. കഴിഞ്ഞ കൊല്ലം ഓർമ്മ ഉണ്ടങ്ങൾക്ക്, കഴിഞ്ഞ കൊല്ലം നമ്മൾ റബീഉൽ അവ്വലിനാണ് അല്ലേ തിരുവനന്തപുരത്തേക്ക് പോയിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അമ്മച്ചിക്ക് തീരെ വയ്യാതെയൊക്കെ ആയപ്പോൾ പോയില്ല കേട്ടോ. 2 ഓയിലിൻ്റെ പാക്ക് എടുത്തു കേട്ടോ. ഇനി എനിക്ക് പൊരിച്ചലോ വറുക്കലോ ഒക്കെ ഉണ്ടാവും എന്തേലൊക്കെ. അപ്പോൾ ഫ്രൂട്ട്സുമൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴേ
കാക്കു അറിയാം പൊന്നാര പാത്തു അവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. ഇന്നലെ കുഞ്ഞാമ്മ വന്നിരുന്നു കേട്ടോ, എൻ്റെ ചെറിയ കുഞ്ഞാമ്മ. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് കൊടുന്നിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ആങ്ങള വന്നിരുന്നു. അപ്പോൾ ആങ്ങളെയും കുറേ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് അവിടെ നിൽക്കട്ടെ, അമ്മാക്കും കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് അവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ എഴുതിക്കാണ്ട് ഫ്രൂട്ട്സ് വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇന്നലെ കമൻറ്റിൽ ഒരുപാടുണ്ട്, എൻ്റെ പഴയ വ്ളോഗൊക്കെ കാണുന്ന മുത്തുമണികൾക്ക് അറിയാം അമ്മ എൻ്റെ അടുത്തായിരുന്നു കുറേ കാലം എന്ന്. ആങ്ങളെ നോക്കായി ഒന്നുമല്ല കേട്ടോ, ഓന് ഇവിടെ എല്ലാം എറണാകുളത്താണ് പോലെ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കമൻറ്റിന് ഇങ്ങനെ ഒരുപാട് മറുപടി കൊടുക്കാൻ കഴിച്ചായിട്ടാട്ടോ. എഴുതി കുത്താൻ കുറേ പണിയാ മക്കളെ, അതുകൊണ്ടാണ് ഞാൻ എഴുതി കുത്താത്തത് കേട്ടോ. അപ്പോൾ ഓൽക്കില്ല മറുപടിയാണിത്. ഓലെ എറണാകുളത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്കൊന്നും ഉമ്മാനെ കൊണ്ടേ അമ്മാരെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മാണ്ടേ. ഇനിയിപ്പോൾ ഒന്ന് അപ്പിട്ടാലും എന്തായാലും ഒക്കെ ചന്തിയാക്കാനും ഇതിനൊക്കെ നമ്മൾ തന്നെ പെൺകുട്ടികൾ മാണ്ടേ. മരക്കൾ നോക്കായി അല്ല, ഓളും നല്ലോണം നോക്കും. നാത്തൂനൊക്കെ കേട്ടോ, ഹോസ്പിറ്റൽ കേസും കാര്യങ്ങൾക്കൊക്കെ ഓള് മണ്ടി വരലുണ്ട്. പിന്നെ ഇപ്പം എന്താണെന്നോ, അമ്മക്ക് നോക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ കൊടുന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി ഉഷാറാവും അല്ലേ. പെൺകുട്ടികളില്ല ആവുമ്പോൾ എൻ്റെ മൂത്തച്ചി അത് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്തച്ഛനെ ഇങ്ങനെ ഓർക്കുക കേട്ടോ. ഓൾക്ക് ഫുള്ള് ആൺകുട്ടികളെ ഇനി നമ്മളെ ലിനുമോളെ പള്ളിയിലുണ്ടായപ്പോഴാണ് ഓൾക്കും ഭയങ്കര പൂതി കേട്ടോ. ഇനി ചെറു പെൺകുട്ടീനെ കിട്ടിയാൽ മതി. ഇനി 3-4 ആൺകുട്ടികളുടെ അടിയിൽ ഒരു പെൺകുട്ടി ഓൾക്കും ഉണ്ടായി. അങ്ങക്ക് ഓർമ്മ ഉണ്ടാവും സീലു അല്ലേ, അന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിരുന്നത്. ഞാൻ എപ്പോഴും പറയും ഓളോടെ വിജാതായി കിടക്കുമ്പോൾ പെൺകുട്ടികൾ മാണടി, നമുക്ക് ഒന്നെങ്കിൽ ഒന്നും വേണം. ആൺകുട്ടികളും മരക്കളൊക്കെ ഉണ്ടായാലും നമുക്കൊരു പെൺകുട്ടി ഉണ്ടാവുമ്പോൾ ഒരു സമാധാനമാണല്ലോ പറയും. അതേപോലെയാണ് കേട്ടോ. അപ്പോൾ നാത്തൂന് നോക്കായി ഒന്നല്ല, നല്ല കമൻറ്റ് ഒരുപാടുണ്ട്. പിന്നെ കുറേ ഞാൻ ഡിലീറ്റാണ് ചെയ്തു കേട്ടോ. ഓൾക്ക് അസ്വസ്ഥത വരുത്തണ്ട, കുടുംബമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. അപ്പോൾ ഓള് നോക്കായി ഒന്നല്ല, നാത്തൂന് നല്ലോണം നോക്കും. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് അറിയണമല്ലോ, ഞാനിപ്പോൾ ഏട്ടത്തിൻ്റെ അടുത്ത് കുറച്ച് ദിവസം പോയിരുന്നപ്പോഴൊക്കെ ഓൾ തന്നെയായിരുന്നു, തിരുവനന്തപുരത്ത് പോയിരുന്നപ്പോഴൊക്കെ ഓൾ തന്നെയായിരുന്നു നോക്കിയിരുന്നു ഒക്കെ കേട്ടോ. പിന്നെ എപ്പോഴും എല്ലാവരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട. എനിക്കിപ്പോൾ അത് എളുപ്പമല്ല കേസാണ്, നിങ്ങൾക്ക് അറിയില്ലേ. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏത് തിരക്കാണെങ്കിലും ഇഞ്ച കാര്യങ്ങൾ ഞാൻ എല്ലാം അത് ബൗസായിട്ട് ചെയ്യും. ഒന്നാമത് നിങ്ങൾ പറഞ്ഞ പോലെ കാക്കുവിൻ്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ട് കേട്ടോ. മക്കളെ സപ്പോർട്ടും കാക്കുവിൻ്റെ സപ്പോർട്ടും അത് ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് അൽഹംദുലില്ലാ അല്ലേ, കുറേ കാര്യങ്ങൾ കാക്കു തന്നെ എല്ലാം മാനേജ് ചെയ്യും കേട്ടോ. നെയ്യ് കുറേ വാങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു ഇത് ലേഹത്തേക്കാണ് കേട്ടോ, ഒരു ബാച്ച് ലേഹത്തേക്കാണ് നമ്മൾ ആ നെയ്യ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എണ്ണയാണ് ഉപയോഗിക്കൽ. ഇപ്പം നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ ക്യാമറ പിടിച്ചിക്കുക. കുറേ സ്ത്രീകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവുമ്പോഴേ എല്ലാവരും ഒന്നും പെടുത്തണ്ട, എല്ലാവർക്കൊന്നും വലിയ തീർപ്പതി ഉണ്ടാവില്ല. പിന്നെ ധാന്യക്കൂട്ടുകൾ കുറേ എടുത്തു കേട്ടോ. അതൊക്കെ ഇവിടുന്ന് തന്നെ ബഡ്ജറ്റ് തന്നെ ഞാൻ എടുക്കൽ കേട്ടോ. പിന്നെ മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, ശതാവരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഞാൻ മഞ്ചേരി ബാപ്പു വൈദ്യരുണ്ട്, അതൊരുവിധ ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓല് പറഞ്ഞുതരും, അതെടുക്കും കേട്ടോ. അവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് കണ്ടപ്പോഴേ നല്ല ഊട്ടി ബീട്രൂട്ട് കേട്ടോ. അതൊക്കെ ഉണ്ട ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ ലാഭത്തിന് കാണുമ്പോൾ പെട്ടെന്ന് വാങ്ങും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 47 ഉറുപ്പ്യാണ് കിലോന് കേട്ടോ. നല്ല വില ഉണ്ടായാലുണ്ട്, 80ഉം 70ഉം അതേപോലെ 58ഉം 50 ഒക്കെ ഉണ്ടായാലുണ്ട്. രാവിലെ പോവും ഞാനും കാക്കൂ കേട്ടോ. രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അല്ലേ, ഞാനും കാക്കും ബീട്രൂട്ട് വാങ്ങാൻ പോകാണ്ട് നോക്കിയാൽ നല്ല ഉരുണ്ട ഊട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ ഇലയും കൂടിയും വാടിയിട്ടില്ല. അപ്പം അങ്ങനെ കാണുമ്പോൾ കുറച്ച് വേഗം വാങ്ങും. ഞാൻ ഈ പ്രാവശ്യം എനിക്ക് രാവിലെ പോകാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ മഞ്ചേരിയിൽ സ്റ്റാൻഡിൽ പോയി എന്നാൽ ഇത് ഇറക്കണ ടൈം ആവുമ്പോഴേ നമുക്ക് അത് കുറച്ച് ലാഭത്തിനും കിട്ടും, പിന്നെ നല്ല കിട്ടും. ഇത് നല്ലതാട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ഇലയും കൂടി വാടിയിട്ടില്ല അതിൻ്റെ. അങ്ങോട്ട് നോക്കിയാൽ ഞങ്ങൾ അതിൻ്റെ വൃത്തിയും വെടുപ്പും. അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിയാട്ടോ. ഇനി ഇത് കൊണ്ടുപോയിക്കാണ്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇടും കേട്ടോ. ഇത്തിരി മഞ്ഞൾ ഒഴിച്ച് കണ്ട് അതൊക്കെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടണം കേട്ടോ. അപ്പോൾ മഞ്ഞൾ വെള്ളത്തിലിട്ടുകാണ്ട് കഴുകിയിട്ടാണ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ മഞ്ഞൾ വെള്ളത്തിലിടും കേട്ടോ. എന്നിട്ട് അത് കഴുകിയിട്ട് അത് ചെത്തി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. കുറച്ച് ക്യാരറ്റ് കൊടുക്കണം. ക്യാരറ്റ് ഇനി ചന്തയിൽ കേട്ടോ. എവിടെ ലാഭത്തിരി കിട്ടണം അവിടുന്ന് അങ്ങനെ വാങ്ങും. നമ്മൾ കുറേ നടക്കണം, എന്നാലേ നമുക്ക് ലാഭം കുറച്ചൊക്കെ ലാഭത്തിന് കിട്ടുള്ളൂ കേട്ടോ. 2 പാലും എടുക്കട്ടെ. ഏട്ടത്തി വന്നാൽ ഓൾക്ക് പാലിൽ ചായ ഉണ്ടാക്കണം കേട്ടോ. അച്ചും തന്നെ നിങ്ങൾക്ക് അറിയാം, കുട്ടികൾക്കൊക്കെ ഇത്തിരി പാലൊഴിച്ച് ചായ ഉണ്ടാക്കിയ നല്ല ബൗസാണ്. ഓല് തിരുവനന്തപുരക്കാരല്ലേ, ഓൽക്ക് എപ്പോഴും പാലിലൊക്കെയാണ് ഇയാളെ ചായ ഉണ്ടാക്കിക്കാണ്ട് ചെയ്യൽ. ഇത്തിരി കരിവേപ്പും വാങ്ങട്ടെ കേട്ടോ. കരിവേപ്പ് ലേസം ഊരിക്കാണ്ട് കുപ്പിയിലാക്കി കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും വെല്ലുള്ളിയും ഒക്കെ വാങ്ങി. വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പം ഞാൻ ലേസം എടുത്തു കേട്ടോ. എനിക്ക് വെളുത്തുള്ളി കുറച്ച് തോനെ എടുക്കണ ഇഷ്ടമാണ്. കാരണം ഞാൻ ഈ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമല്ലേ,
മീനൊക്കെ പൊരിച്ചൂലേ അതിക്കൊക്കെ ലേസം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ചീരുള്ളിയും ഇഞ്ചിയൊന്നും ആ പൊരിച്ചണീക്ക് ഇടൂല. വെളുത്തുള്ളി 2 തൊലി കളയണ്ട കേട്ടോ. നമ്മൾ ചിപ്സിൽ അല്ല മിച്ചറിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ, നല്ലോണം കഴുകിയാൽ മതി. നല്ലോണം കഴുകി വൃത്തിയാക്കിയാണ്ട് അതിൽ തൊലി കളയാതെ കുത്തി ചിമ്പിക്കാണ്ട് അയക്കാണ്ടിട്ട് നല്ലോണം സുർക്കിട്ട് ഞരടി കേട്ടോ. ഞരടി കഴിഞ്ഞിട്ട് അയക്കാണ്ടിട്ട് കഴിഞ്ഞാണ്ട് നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അധികം ആളുകളും മസാലകളൊക്കെ ഇങ്ങോട്ട് ഇടും കുറേ, എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് കായം ഇങ്ങോട്ട് അപ്പം കെട്ടി ഇങ്ങനെ നിൽക്കണ പോലെ നിൽക്കും. അത്ര വലിയ രസിച്ച് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെന്താ ഇപ്പോൾ പണ്ടത്തെ മാതിരിയൊന്നുമല്ല, ന്യൂ ജനറേഷനാണ് കേട്ടോ. പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും മാറിപ്പോണ്ട്. അത് പൂരിൻ്റെ പാക്കാണ്. ഇന്നാൾ ഞാൻ ഇവിടുന്ന് സാധനം എടുക്കാൻ വന്നപ്പോഴേ കാക്കു കടി തന്നാണ് കേട്ടോ. മറ്റേ പൂരി ഞാൻ ഉണ്ടാക്കലാണ്, ഉരുട്ടിപ്പരത്തി ഉണ്ടാക്കലാണ്. ഇനിയിപ്പോൾ അതിന് ഒഴിവുണ്ടാവില്ല, നാളെ രാവിലെ ഓല് വരും. അപ്പോൾ ആ പൂരി ഒരു 3 പാക്ക് വാങ്ങിയിട്ട് ഒന്നിൽ 16 ഉണ്ട് കേട്ടോ. ഒരു പാക്കിൽ 16 18 ഒറ്റ ഉണ്ട്. അതിനകത്ത് 3 പാക്ക് വാങ്ങിയിട്ടോ. രാവിലെ സുബൈക്ക് ഓല് എത്തും കേട്ടോ. നമ്മൾ നീച്ചണീൻ്റെ മുന്നേ തന്നെ ഓളേരം കണി കാണുക. ഓല ട്രെയിൻ ഇറങ്ങിയാണ് നേരെ ഓട്ടോറിക്ഷ വണ്ടിയെ പിടിച്ച് നേരാണ് വരും. നമ്മളെ നീച്ചണമൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് നേരം വെളുത്ത് ഏകദേശം ഒരു 5:45 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഓള് രാവിലെ എത്തും കേട്ടോ പെരയിൽ. അപ്പോഴത്തേന് കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്ട്. അപ്പോൾ രാവിലെ തന്നെ പെരും മടിയാരോ. ഈ ഇമ്മ നേരം വെളുക്കോളം ഉറങ്ങൂല എണ്ണിയാളെ. അപ്പം ഞാൻ എന്താ കാട്ടുകയെന്നോ, ഇതേപോലെ പൂരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ രാവിലെ അങ്ങോട്ട് കാക്കു പറഞ്ഞു ലേസം പൊറാട്ടയൊക്കെ കൊണ്ടുവരാൻ പാത്തു നമുക്ക് കാരണം. അപ്പം ഞാൻ പറഞ്ഞു എന്നും പൊറാട്ട. ഓല് ചിരിച്ചുണ്ട്. ഇന്നലെ വീഡിയോ കോൾ വിളിച്ചിരുന്നു. അപ്പോൾ ഓല് ചിരിച്ചുണ്ട്. മാമാൻ്റെ അടുത്ത് ചെന്നാൽ ഇനി പൂരിയും പൊറാട്ടയൊക്കെ ആയിരിക്കും. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളല്ലേ. അപ്പോൾ ഇതാക്കണം. ഓല നാട്ടിലൊക്കെ ചെറിയ പൂരികളായിരുന്നു, അതേപോലെ ചെറിയ പൊറോട്ടയായിരുന്നു. ഇവിടുത്തെ വെറൈറ്റി അവിടുത്തെ വെറൈറ്റി പറഞ്ഞ പോലെ ഒരു ചെറിയ ഓട്സിൻ്റെ പാക്ക് എടുത്തു കേട്ടോ. ഞാൻ ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് ഓട്സ് നല്ലോണം വരകി കൊടുക്കും. പിന്നെ ഹോർലിക്സിൻ്റെ 5 ഉറുപ്പ്യൻ്റെ പാക്ക് ഒരു 3-4 എടുത്തു കേട്ടോ. ഞാൻ അത് ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ഷീണത്തിന് അങ്ങനെ കലക്കി കൊടുക്കും, മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അതാണ് അത്ര തോനെടുത്തത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് അപ്പോൾ ഇവിടുന്ന് കിട്ടി. അതേപോലെ നെയ്യും കാര്യങ്ങളും നട്സ് ഞാൻ അവിടെ ഏൽപ്പിച്ചിരിക്കണം കേട്ടോ. മഞ്ചേരി ഞാൻ നമ്മളെ സിറ്റി പോയിൻ്റൊക്കെ ഉണ്ടല്ലോ അവിടെ ഉണ്ട് കേട്ടോ, ബൾക്കായിട്ട് കിട്ടുന്ന സ്ഥലം. അവിടെ നിന്നാണ് നമ്മൾ നട്സ് കാര്യങ്ങളൊക്കെ ചെയ്യൽ കേട്ടോ. അതൊക്കെ നമ്മൾ എഴുതി വിട്ടുകൊടുത്താൽ പോലെ എല്ലാം റെഡിയാക്കി സെറ്റപ്പാക്കി വെക്കും. പിന്നെ ചെന്നിട്ട് നമുക്ക് ബില്ലടിച്ചാൽ മതി കേട്ടോ. ഈത്തപ്പഴമൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കൽ കേട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്നോ നമുക്കൊരു വിശ്വസ്ത ഏറല്ലേ. അവിടുന്ന് ഇവിടുന്ന് തിരിച്ചെടുത്താൽ അതൊരു വേറെ ഏറെ. അതിൻ്റെ ഇടയിൽ ഒരു സുന്ദരി കുട്ടി കേട്ടോ, അതിൻ്റെ ഉമ്മാനെ കാണാനില്ലാന്ന് ഒലുവിളിച്ചാണ്. ഉമ്മാനെ തരികയാണ്. അപ്പോൾ കാക്കു പറഞ്ഞ് എൻ്റെ അമ്മ ആക്കണം അതിൻ്റെ അപ്പുറത്ത് നിൽക്കണുണ്ടല്ലേ. ഇനി ഞാൻ മാറിക്കൊടുത്തു കേട്ടോ. അതിലടിയിൽ കൂടെ അങ്ങോട്ട് പോയി. അവൻ്റെ ഉമ്മാനെ കാണായിട്ട് ബേജാറായതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാക്കണ് ഒക്കെ സെറ്റപ്പ് ആക്കിക്കാണ്ട് ബില്ലടിച്ചാട്ട് കേട്ടോ. കുറച്ച് തോനെ വാങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴേലൊക്കെ പോയിക്കാണ്ട് ഇങ്ങനെ വാങ്ങലുണ്ട് കേട്ടോ. എപ്പോഴും വീഡിയോസ് എടുക്കാൻ കഴിയില്ല. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ബഡ്ജറ്റിൽ കേട്ടോ. മഞ്ചേരി കച്ചേരിപ്പടിക്കലില്ല ബഡ്ജറ്റല്ല കേട്ടോ. അപ്പുറത്ത് ഞാൻ കച്ചേരിപ്പടിക്കൊക്കെ അങ്ങനെ പോല്ല. അപ്പുറത്താണ് നല്ല ഓഫറും കാര്യങ്ങളും നടക്കൽ. അതേപോലെ കുറച്ച് വിശാലമായ ഷോറൂമുമാണ് കേട്ടോ. നമുക്ക് വേണ്ടിയതൊക്കെ തിരഞ്ഞെടുക്കാം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണത് ഞാൻ ലേഹത്തുക്കും ഹെയർ ഓയിലിനുള്ളതും കുറച്ചൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് കൂടുതൽ എടുക്കലുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെ ഇപ്പോൾ ഓഫറും കാര്യങ്ങളും നെയ്യൊക്കെ കാണുമ്പോഴേ നമ്മളങ്ങനെ എടുക്കും. അപ്പം എനിക്ക് വെച്ച സ്ഥലങ്ങളൊക്കെ കറക്റ്റ് അറിയണം. അത് നമുക്കൊരു തപ്പിപ്പൊടിയാണ് അല്ലേ. അപ്പോൾ അത് ഇവിടെ വന്നാൽ അതിൻ്റെ ആ ധാന്യക്കൂട്ടും കാര്യങ്ങളൊക്കെ പാക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൂട്ടോ. ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് വറുത്ത് പൊടിച്ചെടുക്കണം. ആ പൊടിച്ചെടുക്കണ പണി എനിക്കാണ്. ഇതൊക്കെ കഴിഞ്ഞാണ്ട് ഇനി ഇതൊക്കെ ശതാവരിയും ഇതൊക്കെ പിന്നെ ഓല് പിഴിഞ്ഞെടുക്കും കേട്ടോ. 3 ആളുകളുണ്ട് എന്ന് പറഞ്ഞില്ലേ ഞാൻ. അത് വൃത്തിയാക്കാനും നന്നാക്കാനും ഒക്കെ ആ 3 ആളുകളുണ്ട്. അപ്പോൾ ഓല തന്നെ എല്ലാം വൃത്തിയാക്കി അത് ക്യാനിലാക്കി കണ്ട് കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ വിരകി ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ വാണ്ടിയോലൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിരിക്കും ഇനി അടുത്ത ഷിപ്പിങ് കേട്ടോ. ഒഴിവ് കൊടുക്കാനാണ് ഈ ഓണത്തിൻ്റെ ഒഴിവും കാര്യങ്ങൾ. എല്ലാ സാധനങ്ങളും കിട്ടും. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്നാൽ പാടേ ഏകദേശം രാത്രിയൊക്കെ ആയിട്ടോ. പുതിയ മാക്സി വാങ്ങിട്ടോ. 4 മാക്സി വാങ്ങി. അതിൽ 2 മാക്സി ഉമ്മച്ചിക്കും മമ്മാക്ക് വാങ്ങി. ഞാൻ 2 എനിക്കും വാങ്ങിട്ടോ. കുറേ ദിവസമായി മാക്സി വാങ്ങണം കരുതണം മക്കളെ. ഉമ്മാൻ്റെ പറ്റങ്ങോട്ട് ചപ്പട്ടി കേടം നിൽക്കണം. എൻ്റെതും നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോസിലല്ലേ. അപ്പോൾ 2 മാക്സി എനിക്കും മമ്മാക്കും വാങ്ങിയതാണ് കേട്ടോ.
അത് അടിച്ചിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ ഇട്ടിക്കാണ്. ഇത് കുഞ്ഞാമ്മ കൊടുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാമ്മ വന്ന് കണ്ട് അതൊക്കെ കഴിഞ്ഞ് കണ്ടാണ് ബാക്കിയുള്ള റീൽ എടുക്കണത് ഞാൻ കേട്ടോ. രാവിലത്തെ ബഡ്ജറ്റിലത്തെ സാധനമൊക്കെ വാങ്ങി കൊടുന്നു. അപ്പോൾ ഒക്കെ റെഡിയായി. വെളിച്ചെണ്ണയും ഓയിലും പഞ്ചാരിയും ഒക്കെ കൊടുന്ന് വെച്ചു. നമുക്ക് എപ്പോഴും നമ്മളെ ഉമ്മച്ചിയാർ കാട്ടണത് ആ ഓർമ്മ വരെ അല്ലേ. ഞങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഉമ്മ തലേന്ന് പോയി എല്ലാ സാധനവും കൊടുന്ന് നോക്കും. സ്കൂളൊക്കെ പൂട്ടുമ്പോഴേ എല്ലാം കൊടുന്ന് നോക്കും. അതേപോലെ ഏട്ടത്തി മക്കളൊക്കെ വരുമ്പോൾ ഇത്തിരി പഞ്ചാരക്കും ചായപ്പൊടിക്കും ഒക്കെ ഇങ്ങനെ ഋതുവിനെ വായിപ്പിച്ചണ്ടല്ലോ ഒക്കെ കൊടുന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനം. എന്നാൽ പിന്നെ കുട്ടികൾക്കും അങ്ങനെ തിങ്കളാഴ്ച അവൾ പോകും കേട്ടോ. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ സ്കൂൾ ഓർക്കല്ലേ. ഇത് കുഞ്ഞാമ്മ കൊടുന്നായിരുന്നു ബത്തക്ക, നല്ല മധുരമല്ല ബത്തക്ക. അപ്പോൾ വന്നപ്പോൾ തുടങ്ങിയാണ് കുട്ടികൾ അത് മുറിച്ചേരി പറഞ്ഞ് വപ്രാളം കാട്ടണം. അപ്പോൾ ഓൾക്ക് മൂന്നാൾക്കും അതാണ് മുറിച്ച് കൊടുത്തു കേട്ടോ. ഉമ്മമാക്ക് രാവിലെ ഞാൻ ചായയൊക്കെ കൊടുത്ത്, പിന്നെ 10 മണിക്ക് ഞാൻ ആപ്പിൾ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്ത്, പിന്നെ കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് പോയത് കേട്ടോ. പിന്നെ വൈകുന്നേരം ഷെയ്മോള് ചായ വേണ്ട വെള്ളം മതിയായിരുന്നു ഇനി കാരണം. അപ്പോൾ ജ്യൂസ് അടിച്ചാണ് ഷെയ്മോള് ജ്യൂസൊക്കെ കൊടുത്തിക്കണ് കാരണം കേട്ടോ. പിന്നെന്താ ഇമ്മാനോട് പറഞ്ഞുകാണ്ടൊക്കെ പോകും കേട്ടോ. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, കുന്തൊന്നും ഉണ്ടാവില്ല ചില നേരത്ത്. ഇമ്മമാക്ക് ലേസം ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ മെല്ലെ മെല്ലെ തിന്നാൻ വെക്കും ഉമ്മാക്ക് കേട്ടോ. നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ ആ ഒരു ബത്തക്ക ഉണ്ടാവുമല്ലോ, വലിയ കുമ്പളം ബത്തക്ക അല്ലാത്ത നീണ്ട ബത്തക്ക, അതാണ് കേട്ടോ. ഇമ്മമാക്ക് ഷെയ്മോളെടുത്ത് കൊടുത്തയച്ചാണ് ഞാൻ കേട്ടോ. ഇമ്മമ്മക്ക് അടുക്കാണ്. മാക്സി ഉണ്ടോ ഉമ്മമാൻ്റെ മാക്സി സൂപ്പറായിട്ടില്ല ഇയാളെ. ഇമ്മമാക്കും അങ്ങനത്തെ ഒരു പച്ചയും അതേപോലെ ഒരു കാപ്പി ചോപ്പും വാങ്ങി. പിന്നെ ഒരു നീലയും പിന്നെ ഇപ്പം ഞാൻ ഇട്ട് കണ്ടില്ലേ അങ്ങനത്തെ വാങ്ങി. ഇതിങ്ങനെ തിരിച്ചാ ഓൾക്ക് ഭയങ്കര തീർപ്പതി കേട്ടോ. ഉമ്മാക്ക് എന്ത് സാധനം കൊടുത്താലും കുട്ടികൾ എന്ത് കേട്ടും വണ്ടി പോയി അത് തിരിച്ചൽ തുടങ്ങും. ഓൾക്കൊരു തീർപ്പതിയാണ് തിരിച്ചാൻ. അപ്പം അത് കൊടുക്കട്ടെ. ഇനി അത് തിന്നാൻ ഇനി ഒന്നും വേണ്ട, അറിഞ്ഞ് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലുമൊക്കെ അടിച്ച് കാണ്ട് അങ്ങനെയാണ് കൊടുക്കും, ഒപ്പിച്ച് കാണ്ട് കേട്ടോ. കാരണം തിന്നാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഒപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്തേലും ഇത്തിരി തിന്നുകാണ്ട് വയറ് നിറഞ്ഞാൽ മതിയല്ലോ. പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ആ ലൈക്കുമല്ലോ ഒന്ന് തൊടുകൊണ്ടി.